സിജു പറഞ്ഞതുപോലെ തന്നെ തികച്ചും പ്രാചീനമായ ഒരു കാര്യം തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളാണെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ അധികൃതർ ആരൊക്കെയാണ്? ഇതിൽ PTA അങ്ങനെയുള്ള പല അസോസിയേഷൻ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഈ സ്കൂളിന്റെ അധികൃതർ ആരാണ്? അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ശ്രീനിധി, ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ ബന്ദർക്കയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. RSS നിയന്ത്രണത്തിലാണ് ഭാരതീയ വിദ്യാനികേതൻ എന്ന് നമുക്കറിയാം. ബന്ദർക്ക കക്കച്ചാലിലാണ് സരസ്വതി വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ഈ വിദ്യാലയത്തിന്റെ അധ്യാപകരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമെല്ലാം തന്നെ ഇങ്ങനെ ഈ സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിലാണ് ഇപ്പോൾ ഗുരുപൂർണിമ എന്ന പേരിൽ അപരിഷ്കൃതമായ ഒരു ആചാരം നടന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഈ സ്കൂളിൽ നടന്നിരുന്നു എന്നാണ്. കഴിഞ്ഞ വർഷം നടന്നിരുന്നു എന്ന തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നു. ഗുരുപൂർണിമ എന്ന രീതിയിലാണ് ഈ പരിപാടി വ്യാസജയന്തി ദിനത്തിനായി ആചരിക്കുന്നത്. ഇങ്ങനെ പതിവായി ഇത്തരം പ്രാകൃതമായ അപരിഷ്കൃതമായ ആചാരം നടക്കുന്ന ഒരു സ്കൂളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഈ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അതോടൊപ്പം തന്നെ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ എല്ലാം തന്നെ ഇങ്ങനെ പരിപാടി നടക്കുന്ന വിവരം അവർ അറിയിച്ചിരുന്നു. എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം 30 അധ്യാപകരെയാണ് തിരഞ്ഞെടുത്തത്. ഈ സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള 30 അധ്യാപകരെ തിരഞ്ഞെടുത്ത് അവരുടെ പാദപൂജ ചെയ്യിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ കൊണ്ട് അവരുടെ കാലിൽ പൂക്കൾ ഇടുക, അതോടൊപ്പം തന്നെ വെള്ളം തളിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതോടൊപ്പം അതിനുശേഷം അവരുടെ കാല് തൊട്ട് വന്ദിക്കാനാണ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥികൾ മുട്ടുകുത്തിയിരുന്നാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഈ അധ്യാപകർ കസേരയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഫോട്ടോകളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രീതിയിലുള്ള ഇടപെടലാണ് സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ശ്രീനിധി, ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾ, രക്ഷിതാക്കൾ അവരെന്താണ് പറയുന്നത്? അവരുടെ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിൽ പ്രാചീനമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന പോലെ വിദ്യാർത്ഥികളെ അവരെ ആ ഒരു വഴിക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്താണ് പറയുന്നത്? അവരുടെ ഒരു പ്രതികരണം നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. വിദ്യാർത്ഥികളെയും നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവരുടെ അതിന്റെ ആധികാരികത കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഏതായാലും മറ്റു പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സ്കൂളിലെ അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് കീഴ്പ്പെട്ട് വിദ്യാർത്ഥികൾ അത് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. കാരണം അധ്യാപകരെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഒരുപക്ഷെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും അത്തരം ചടങ്ങിലൊരു താല്പര്യം ഉണ്ടാകണമെന്നില്ല. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഇങ്ങനെ അധ്യാപകർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഈ സ്കൂളിന്റെ മാനേജ്മെന്റിന് കീഴ്പ്പെട്ടുകൊണ്ട് ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഉയർന്നു വരുന്നുണ്ട്.